തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ്, ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ആണ്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ്, ഷിംലയിലെ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ആണിത്. ഫുള്ള് ഗ്രീനിഷ്. ഇവിടെ മേലേക്ക് നോക്കി പോയി കഴിഞ്ഞാലും ഫുള്ള് ഗ്രീനാ. ഇങ്ങനെ താഴെ വരുമ്പോ കണ്ടില്ലേ? സാധാരണ നമ്മളൊരു കാടിൻ്റെയോ അതിന് വ്യൂ പോയിന്റ് നോക്കുമ്പോൾ വേറെ കളേഴ്സൊക്കെ ഇൻ ബിറ്റ്വീൻ കാണാറുണ്ടല്ലോ, മരങ്ങളുടെ ആയിക്കോട്ടെ എന്നല്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഗ്രീനിഷാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്ന് തന്നെ അവർ പറയുന്നത്, ഗ്രീൻ വാലി എന്ന് പറയുന്നത് ഈ ഏരിയനെ. ഓക്കെ, ഇവിടെ ജസ്റ്റ് വ്യൂ പോയിന്റ് തന്നെ ഉള്ളൂ. നമ്മൾ വീണ്ടും അടുത്ത സ്പോട്ടിലോട്ട്. ഇവിടെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ കുറച്ചുകൂടി ദൂരം കാണാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൈനോക്കുലറായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ചലോ. ഷിംലയുടെ ടൗണിനകത്തൊരു ടണല്. ചെറിയ ടണലാണ്, വൺ വേ ടണലാണ്. अभी जाएगा 2 मिनट बाद उधर का पड़ेंगे इधर. വൺ വേയിലൊന്നുമല്ല, ഇതിൽ അവിടെ കൊണ്ടും വരുന്നുണ്ടല്ലോ വണ്ടിയിൽ. റോഡ് മുറിച്ച് കിടക്കുന്ന ഫ്ലൈ ഓവറൊന്നല്ല ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നവര്. കിടന്നൊരു ടണല്, ചെറിയൊരു ടണല് അപ്പുറത്തും ഇപ്പുറത്തെ റോഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷിംലയിൽ ഇപ്പോൾ 2 മണി സമയട്ടാണ്. നല്ല വെയിലാണ്. പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇത് മാറുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ ഒന്ന് വെയിലൊന്ന് പോയി. താഴെ വീടുകളുടെ സ്ട്രക്ചർ കണ്ടോ, അടക്കി വെച്ച പോലുള്ള. ഞങ്ങളിപ്പോ പോകുന്നത് ജാക്കു ഹിൽസ് എന്ന് പറയുന്ന ഒരു ഹിൽസിലാട്ടോ. അവിടെ ഹനുമാന്റെ വലിയൊരു പ്രതിമയുണ്ട്. 108 അടി ഹൈറ്റിലുള്ള ഹനുമാന്റെ പ്രതിമ. അപ്പൊ അത് കാണാനാണ് ഇപ്പൊ ഞങ്ങള് ജാക്കു ഹിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടൗണിലൊക്കെ ഭയങ്കര തിരക്കാ, ഭയങ്കര ട്രാഫിക്. ഒരു ട്രാഫിക്കിന്റെ കാരണമായിട്ട് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചെങ്കില് ഇപ്പൊ ഇവിടെ ആപ്പിളിന്റെ സീസൺ അത്രേ. അപ്പൊ ഈ ആപ്പിള് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറെ ട്രക്കുകളും അതുപോലെ ഈ ചെറിയ ചെറിയ ടെമ്പോകളും ഒക്കെ വന്നിട്ട് ഇവിടെ ബ്ലോക്ക് ആക്കുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അല്ലെങ്കിൽ നോർമൽ കേസിൽ ഇത്രയും ട്രാഫിക് ഇവിടെ ഉണ്ടാവാറില്ല. ഇവിടെ കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിപ്പിച്ച കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ നിന്നുള്ള ഷിംലയുടെ ഫുൾ വ്യൂസ് ഇവിടുന്ന് കാണാണ്ട്. നോക്കണ്ടോ, ഓയ്യോ ഇത് കണ്ടോ, എന്ത് രസമായിട്ടാ നോക്ക്. ഫുള്ള് പച്ചപ്പ്. ആ പച്ചപ്പിന്റെ ഇടയിൽ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള അടുക്കി വെച്ച പോലുള്ള വീടുകള്. അടിപൊളി, സൂപ്പർ അല്ലേ? താഴേക്ക് എല്ലാം ഉണ്ട് കേട്ടോ. വാലി മൊത്തം തന്നെയാണ്. കാറ് മെയിൻ റോഡിൽ നിന്ന് ഒരു കുന്നിന്റെ മേലെ കയറുക കേട്ടോ. ജാക്കു ഹിൽസിലേക്കുള്ള വഴിയാണ്. പോകുന്ന വഴിയൊക്കെ സൂപ്പർ കേട്ടോ. ഒരു
കാടിനകത്തൂടെ പോകുന്ന ഒരു പ്രകൃതി. അപ്പൊ ഇതാണ് ജാക്കു ടെമ്പിൾ. ടെമ്പിളിലേക്കുള്ള എത്രയാണ് സ്റ്റെപ്പ് ഉണ്ടോ കയറാൻ? പക്ഷേ അത്ര ക്ഷീണമൊന്നുമില്ല, പതിയെ പതിയെ കയറിയാൽ മതി. ഞാനും പ്രശാന്തും കൂടെ ശങ്കരാചാര്യനെ കാണാൻ കയറിയതാ. ഓ ബ്രഷിലൊക്കെ ഹൈറ്റ് ആട്ടോ, നോക്കൂ നല്ല ഹൈറ്റ് ആട്ടോ, 108 ഫീറ്റ് ഹൈറ്റ്. മേലൊന്നും ക്ലിയർ അല്ല, കാച്ചില് ഫോഗ് നന്നായിട്ടുണ്ട് മേലെ. ഇതാണ് മേലെ എന്നുള്ളത്. ഫീറ്റ് 108 അടി ഹൈറ്റ് എന്നാണ് എവിടെ ഞാൻ വായിച്ചത്. പക്ഷെ ഇത് കണ്ടിട്ട് അതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ടല്ലോടാ. ഇത് ഭയങ്കര ഹൈറ്റാണ്. ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഒരു ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. 108 ഫീറ്റ് അല്ലേ? ഇങ്ങനെ ഗതയം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നാ ഹൈറ്റിലാണ് നിൽക്കുന്നത് അറിയാം. ഇതൊക്കെ കൈമിൽ കൊള്ളുണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അത് വെറുതെ ഒന്ന് എടുത്ത് നോക്കാം. ഹനുമാൻ ടെമ്പിൾ ഉണ്ട് ഇവിടെ. ആ ടെമ്പിളിന്റെ ഫ്രണ്ട് വ്യൂ നൈസ് ആയിട്ടുള്ളൊരു ടെമ്പിൾ കേട്ടോ. നല്ല രസമുണ്ട്. ഹനുമാനും ടെമ്പിളിനും അതുപോലെ ഇവരുടെ കൊടിയുടെ കളറാണ് കൊടുത്തിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അതിനകത്തുനിന്ന് ടെമ്പിളിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ഏതുണ്ടോ പുറത്തുനിന്നേ വരില്ലേ? എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ അവിടെ. അതാണ് ടെമ്പിളിൻ്റെ ഒരു വ്യൂ കേട്ടോ. നല്ല നൈസായി എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിരുന്നു ഹനുമാന്റെ സ്റ്റാച്ചു. ഇവിടെ വരണോ വേണ്ടോ? അവിടെയാണ് ഹനുമാൻ സ്റ്റാച്ചു ഉള്ളത്. ഇവിടെ നല്ല വ്യൂ എല്ലാം പൊളി വ്യൂ ആണ്. അതായത് ജാക്കു ടെമ്പിള് കാണാനുള്ളതുണ്ട് കേട്ടോ. ഷിംലയിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു എൻട്രി ഫീസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ താഴെ വണ്ടി കയറാണ്ട് മാത്രം പാർക്കിംഗ് ഫീസ് ഉണ്ട്. വേറെ ഫീസൊന്നുമില്ല അവിടെ. ടെമ്പിളിന്റെ ഫ്രണ്ടിൽ ഒന്നും പറ്റൂല. ഇതിന്റെ അകത്താണ്. ഒത്തിരി ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കാന്ന് മാത്രം. അകത്ത് ഹനുമാന്റെ പ്രതിഷ്ഠയുണ്ട്. ഓക്കെ, ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ല.
നോക്കുമ്പോൾ ആ ആളുകളെയും അതേപോലെ സ്റ്റാച്ചു കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുക. വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടാ, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പെട്ടെന്നാണ് ഷിംലയുടെ കാലാവസ്ഥ മാറിയത്. ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ നല്ല മഴയും നല്ല ഫോഗും കയറി. ഇപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ നമ്മൾ രാമായണത്തിൽ ഹനുമാൻ മൃതസഞ്ജീവനി തേടി പോകുന്ന ഒരു ഇതുണ്ടല്ലോ, ഹിമാലയത്തിലേക്ക് മൃതസഞ്ജീവനി തേടി പോകുന്ന സമയത്ത് ഈ ഒരു ഹില്ല് ഹനുമാൻ കണ്ടിരുന്നു. അതെ, ഇവിടെ ഒരു ഋഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അത് ഹനുമാന്റെ കണ്ണിൽ പെടുകയും ഹനുമാൻ ഇവിടെ ഇറങ്ങി എന്നാണ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹനുമാൻ ടെമ്പിളും അതുപോലെ ഈ ഹനുമാൻ സ്റ്റാച്ചുകൾ ഉണ്ടാക്കിയാണ്. പക്ഷേ ഈ ഹനുമാൻ ടെമ്പിൾ ഇവിടെ കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഹനുമാൻ സ്റ്റാച്ചു ഇവിടെ ഇപ്പോൾ 5-6 വർഷമായിട്ടുള്ളൂ വന്നിട്ട്. അതും നമ്മുടെ അമിതാഭ് ബച്ചന്റെ മകളുടെ കല്യാണം കഴിച്ചിരിക്കുന്ന വീട് ഇവിടെ അത്ര ഈ ഷിംലയിലാണെന്ന്. അപ്പോൾ അവരാണത്ര ആ സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ക്യാബ് ഡ്രൈവർ പറഞ്ഞ കഥയാണ് കേട്ടോ, സത്യമാണോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ മഴയെല്ലാം വകവെക്കാതെ അവിടെ ക്യാബിന്റെ പൊന്നു ഇവിടെ ഫോഗ് ഇറങ്ങിയത് നോക്കൂ. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ കുറച്ചെല്ലാം കണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം ഫോഗ് കയറി. ഓക്കെ, ഇവിടുന്ന് എന്തായാലും അങ്ങോട്ട് സ്റ്റെപ്പിനൊക്കെ മേൽക്കൂരയുണ്ട്. അതുകൊണ്ട് മഴ നനയാതെ താഴെ വരെ എത്താം. എന്താ ഇവിടെ ഇല്ലന്നുണ്ടല്ലോ ഇറങ്ങല്ലേ? കുറെ പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ജാക്കോ ടെമ്പിൾ കാണാനും ഹനുമാന്റെ ഈ സ്റ്റാച്ചു കാണാനും. ഒന്നാമത്തെ നല്ല കിടലും വ്യൂസ് ആണ് ചുറ്റും. ഇപ്പൊ ഷിംലയിൽ വരുന്ന ഒരുവിധ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള വ്യൂസ് ഉണ്ട് കേട്ടോ, കാണാനുള്ള സംഭവം ഉണ്ട്. ഇവിടെ മങ്കീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാല് ഇവിടെ ഹനുമാൻ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ മങ്കീസിനെ ഇവിടെ വരുന്ന ആളുകളെല്ലാം പൂജിക്കുന്ന അതായത് അവരുടെ ഉപദ്രവിക്കൊന്നുമില്ല. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും. പഴമായാലും താഴെ അതിനുള്ള പഴം വാങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചെങ്കിൽ ഇവന്മാര് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ തട്ടിപ്പറിച്ച് പോവാം. അതവർ ആ ക്യാബ് ഡ്രൈവർ മുൻകൂട്ടി പറഞ്ഞായിരുന്നു. പിന്നെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ അവന്മാരത് തട്ടിപ്പറിച്ച് പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങള് ടെമ്പിളിന്റെ താഴെ എത്തി. മഴ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ മേലെ കുറച്ച് നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ കാലാവസ്ഥ കാണുന്നില്ലേ? ഫുള്ള് ഫോഗ് കയറിയിട്ട് അത് ഈ പൈൻ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഫോഗിൻ്റെ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ കാറ് വിളിച്ച പാക്കേജ് ഇതോടെ കഴിഞ്ഞിട്ടോ. ഇതാണോ? ഓക്കെ. അപ്പോൾ ഇനി പുള്ളിക്കാരൻ ഞങ്ങളവിടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഡ്രോപ്പ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വേറെ കുറേ സൈറ്റ് സീയിങ്ങും പരിപാടികളുണ്ട് ഇവിടെ. അതൊക്കെ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള കുറേ സ്ഥലങ്ങൾ തന്നെയാണ്. മറ്റേ മാൾ റോഡ്, കുറേ ചർച്ചൊക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങണം. ഞങ്ങൾ മാൾ റോഡിൽ ജസ്റ്റ് നടക്കാൻ വന്നതാ ഈവനിങ്. ഇപ്പോൾ 5:30 സമയമായി. മാൾ റോഡിൽ നിന്നുള്ള വ്യൂസ് ഒന്ന് കണ്ടു നോക്കിട്ടോ നിങ്ങൾ. എന്താ വ്യൂസ് നോക്ക്. ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആട്ടോ. കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അവിടെയൊക്കെ ഫുള്ള് ഫോഗ് വന്നിട്ട് ഇങ്ങനെ ഫോഗ് മൂവ് ചെയ്യുന്നു കണ്ടോ അതിന് മേലെ കൂടെ. താഴെയൊക്കെ ഫുള്ള് ഗ്രീനറി. അതിനുള്ളിലൂടെ ഇങ്ങനെ ആ ഫോഗും ഇടക്കിടക്കുള്ള ആ
ബിൽഡിങ്ങുകളും കാണാൻ ഒരു ഭയങ്കര ഭംഗി. ഈ മാൾ റോഡുകളൊക്കെ അടിപൊളിയാണല്ലോ. ഉത്തരാഖണ്ഡ് പോയപ്പോൾ മസൂരി മാൾ റോഡും ഇതേപോലെ കിടിലനായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ സൂം ചെയ്തെടുത്തതാണ്, അത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ടൈം ലാപ്സാ വീടിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ കണ്ടോ, നല്ല ഭംഗിയുള്ള വീടുകൾ. ഓക്കെ, ഞങ്ങള് വീണ്ടും മാൾ റോഡിലൂടെ മുന്നിലുള്ള കാഴ്ചകൾ തേടി പോവുകയാണ്. ഇതിവിടെ ഒരു ശില്പമുണ്ട് കേട്ടോ, ഒരു ഫ്ലാഗ് ഒക്കെ പിടിച്ചിരിക്കുന്ന ശില്പം. പട്ടാളക്കാരാണ്. മൈ കൺട്രി മൈ വിഷൻ. ഓക്കെ, പട്ടാളക്കാരുടെ സ്മരണാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. സംഭവം നൈസായിട്ടില്ലേ നിൽക്കണ കാണാൻ. ഇത് ആർമി ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ആർമി ട്രെയിനിങ് ക്യാമ്പാണ്. അതിൻ്റെ ഗേറ്റാണിത്. അതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ ഈ ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക സ്റ്റൈലില്ലേ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറിനൊക്കെ. ഇവിടെ ഞാനൊരു പഴയ ഉള്ളിൽ കൂടെ എടുത്താണ്, ക്ലിയറായി കിട്ടുന്നില്ല ഫുൾ സ്ട്രക്ചർ. ഇത് മിലിറ്ററി ചെയ്തത് കൊണ്ട് വളരെ ഫുള്ള് ഫെൻസിങ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നടന്ന് വർഷം കൊണ്ട് വേറൊരു സ്ക്വയർ പോലെ സ്ഥലത്തെത്തി. ഈ വഴിയിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു റഷ് ഇല്ലാത്ത പോലെ തോന്നുന്നത്. ഇവിടെ ഗവൺമെൻറ് ഓഫീസുകളാണ് ഇവിടെ ഉള്ളത്. BSNL, അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസ്. ഇവിടെ ഗവൺമെൻറ് വണ്ടികളും പോലീസിൻ്റെ വണ്ടികളൊക്കെ മാത്രമേ ഈ റോഡിൽ ഇതുവരെ അലൗഡ് ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് മാൾ റോഡുണ്ട്. ഇത് ഇവിടെ നിന്നാണ് മാൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു വണ്ടികൾക്കും അലൗഡ് അല്ല. ഒരു കാൽനടയായി മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. 3000 രൂപയാണ് ഫൈൻ ഇതിലൂടെ ഓടിച്ചത്. ഇതിലൂടെ നമ്മൾ ഏതൊരു വണ്ടി എന്തെങ്കിലും ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ 3000 രൂപയാണ് ഒരു ഫൈൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ റോഡിന് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഈ സാധാരണ ഔട്ട്സൈഡ് കൺട്രിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഭംഗി. നമ്മൾ നടന്ന് ക്ഷീണിച്ചു മാൾ റോഡിൽ. എന്തായാലും ഗുൽഫി, ഇന്നലെ ഇവിടുന്ന് ഒരു ഗുൽഫി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഗുൽഫി കേട്ടോ. ഇന്നലെ ഞങ്ങൾ കഴിച്ചായിരുന്നു ഇവിടുന്ന് തന്നെ 30 രൂപയ്ക്ക് നല്ല കിടിലൻ കുൽഫി. അപ്പം അതുകൊണ്ടാണ് സെയിം കട വീണ്ടും തപ്പിയിട്ട് വീണ്ടും വന്ന് വാങ്ങിയത്. ജയ് ജയ് ജയ്. ഇതിവിടെയൊക്കെ ഷോപ്പിംഗ് കടകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിൽ ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. SBI, LIC, ICICI, HDFC, എല്ലാ ബാങ്കുകളും കൊടുത്തിട്ട് ഒറ്റ ബിൽഡിങ്ങിൽ. ഇതൊരു പേഴ്ഷ്യൻ്റെ ഇതിവിടെ ഇടാം. നല്ലൊരു സ്ക്വയർ. എല്ലാ വഴികളും കൂടി വന്നു ചേരുന്നൊരു സ്ക്വയർ. പോലീസ് ഇവിടുത്തെ പോലീസുകാർക്കാണ് കേട്ടോ. സ്റ്റൈലിൽ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഒരു പ്രൈവറ്റ് വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാൽനടയായി മാത്രമേ ഇവിടെ നടക്കാൻ പറ്റുള്ളൂ. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടുത്തെ
വീതികളൊക്കെ കണ്ടോ, അധികം ഒരു കടലാസോ ഒന്നുമില്ല. ഇവിടുത്തെ കടകളുടെ സ്ട്രക്ചറുകൾക്കും ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ഓഫീസുകളാണ് കേട്ടോ. എന്താ ഡെപ്യൂട്ടി മേയറുടെ ഒക്കെ കാര്യാലയം, ഗവൺമെൻറ് ഓഫീസുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ റോഡിൽ. പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള കടകളും. മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. എനിക്കിവിടെ ബിൽഡിങ്ങുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുള്ള സ്ട്രക്ചർ. സാധാരണ നമ്മളുള്ള ടൗണുകളിലൊന്നും കാണുന്ന പോലെ ഒരു സ്ട്രക്ചർ അല്ല. പിന്നെ വണ്ടികളും പോകാത്ത റോഡാകുമ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സഞ്ചാരത്തിൽ സന്തോഷങ്ങളുടെ ചില വീഡിയോസ് കാണുമ്പോഴാണ് ഇങ്ങനത്തെ സ്ട്രീറ്റുകളൊക്കെ കണ്ടിട്ടുള്ളത്. അത് നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് സംഭവം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല. ഇതേപോലെ മസൂരിയിൽ ഇതേപോലെ ഒരു മാൾ റോഡുണ്ട്. പക്ഷെ ആ മാൾ റോഡ് ഇങ്ങനെയൊന്നുമല്ലോ, ഭയങ്കര ക്രൗഡഡും പിന്നെ സൈക്കിൾ റിക്ഷാസും അതുപോലെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സ്ട്രീറ്റായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. വണ്ടികളും ഇല്ല, സുഖസുന്ദരമായി നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ എന്തോ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അവിടെ സൂര്യനൊക്കെ ഒരു ഫോഗ് വന്നിട്ടങ്ങ് നിറഞ്ഞിക്കുന്നു. അതൊക്കെ ജസ്റ്റ് ആളുകൾ കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡുകളാണ് കേട്ടോ. മഴ വന്നാലൊക്കെ കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അടിപൊളി. ഞാനിപ്പോ ആ സ്ക്വയറിന്റെ സെന്ററിലാണ് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ക്രൈസ്റ്റ് ചർച്ച്. ഞങ്ങൾ ചർച്ചിൻ്റെ അകത്തോട്ട് പോയി നോക്കട്ടെ കേട്ടോ. ചർച്ചിൻ്റെ സ്ട്രക്ചറൊക്കെ ഭയങ്കര രസമാണ്. നോർമൽ എല്ലാ ചർച്ചിൻ്റെ പോലത്തെ ഒരു നിർമ്മിതി തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ ചുറ്റും ഈ ഫോഗിൻ്റെ അകത്ത് നിൽക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയില്ല, നല്ലൊരു ഭംഗി. ബാക്ക്ഗ്രൗണ്ടിലെ ആ വ്യൂസ് എല്ലാം കണ്ടോ. ക്ലോസ്ഡാ തോന്നുന്നുണ്ടോ. അകത്തോട്ട് പ്രവേശനം ഇല്ല തോന്നുന്നു. ചർച്ചിലോട്ട് ടൈമിംഗ് ഉണ്ട് ഇവിടെ. 10 മണി മുതൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 5:30 വരെ ഉള്ളൂ എൻട്രി. ക്രൈസ്റ്റ് ചർച്ച് എന്നാ ഭംഗിയാണെന്നറിയോ. വെറുതെ ഇങ്ങനെ ഈവനിങ്ങിൽ ഇവിടെ നടക്കാൻ. ഇതുണ്ട് ഈ കാറ്റാടി മരത്തിൻ്റെ മേലുള്ളൊരു, അതിൻ്റെ മേലൊരു കായ നിൽക്കുന്നുണ്ടോ, അങ്ങനെ രസമുണ്ട്. ഒരു മരത്തിൻ്റെ മേലെയുള്ളൊരു കായാണത്. രസമായിട്ടുള്ളൊരു സാധനം. ഓ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലത്തെ വ്യൂ നോക്ക്, കെട്ടിടങ്ങളുടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ കുറെ ഫുഡ് സ്ട്രീറ്റുകളുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസും അതുപോലെ ഈ കീ ചെയിന് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ. ഭയങ്കര വലിയ സ്ട്രീറ്റാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ഇങ്ങോട്ട് നടന്നിട്ടുണ്ടാവും ആ മെയിൻ സ്ക്വയർ എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും സ്ട്രീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന്
ഏകദേശം 2 മണിക്കൂറോളം നടന്നെത്തി, ഇങ്ങനെ വളഞ്ഞ് നടന്നെത്തി വരാൻ അത്രയും ദൂരം ഉണ്ടെന്നാണ് അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞത്. ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ സ്ട്രീറ്റാണ് ഈ മാൾ റോഡ്. നടന്ന് ഈ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലെത്തിയിട്ടോ. ഇനി ഒരു അടിഭാഗം കവർ ചെയ്യാണ്ട്, ഇനി ഒരു ഭാഗം ഫുള്ള് കിലോമീറ്ററുകളോളം ഷോപ്പുകൾ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ വഴിയിൽ മൊത്തം ഷോപ്പായിരുന്നു. ഇപ്പോൾ സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിച്ചു എന്ന് തന്നെ പറയാം. സമയം എത്ര 7 മണി 7:30 സമയം 7:30 സമയമാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ലൈറ്റ് പോയിട്ടില്ല കേട്ടോ. സ്ക്വയറിൻ്റെ നൈറ്റ് വ്യൂ ആട്ടത്. ഇപ്പോൾ ഫോഗൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോഗെല്ലാം കുറഞ്ഞപ്പോൾ ആ ഫ്ലാഗ് എല്ലാം വളരെ വിസിബിൾ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഏതാ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ, അതിൻ്റെ വർക്ക് നടക്കുകയാണ് തോന്നുന്നത്. ഇന്നോവേഷൻ വർക്ക് നടക്കുകയാണ് തോന്നുന്നത്. ഷിംലയുടെ ലൈറ്റ്സ് ഒക്കെ ഓണായി വരുന്നേ ഉള്ളൂ പല സ്ഥലത്തും. ഉണ്ടോ ഈ സൈഡൊക്കെ ഒരു ഇതൊക്കെ ഓണായിട്ടുണ്ട്. ഈ സൈഡത്തെ ലൈറ്റ് ഓണായി വന്നുകൊണ്ടിരിക്കുന്നു. താഴത്തു കൂടെ ഒക്കെ റോഡുകളുണ്ട്. അടിപൊളി സ്ട്രീറ്റ് ലൈറ്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിവിടെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള പാസ്സാട്ടോ. ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ. ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് പാസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഈ സ്ട്രീറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ മതിലുകളിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. പക്ഷെ ലൈറ്റ് വന്നപ്പോൾ പിന്നെ പള്ളിയുടെ ഒക്കെ ഭംഗി ഒന്നുകൂടി കൂടിട്ടോ. അപ്പം ഞങ്ങളിഞ്ഞ് മാളിലോട്ടൊന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ലൈറ്റിലൊന്നും കൂടി ഷൂട്ട് ചെയ്യാണ്. നല്ല ഭംഗി കാണാം. നൈസ് വ്യൂ. നേരത്തെ വെളിച്ചത്തിൽ ലൈറ്റ് ഉള്ളപ്പോഴത്തേൻ്റെയും ഇപ്പോഴത്തെയും ഡിഫറൻസ് നോക്കി. ലൈറ്റ് ഇട്ടപ്പോഴുള്ള ഡിഫറൻസ്. ഇതെല്ലാം ഗവൺമെൻറ് മന്ദിരങ്ങളാണ് കേട്ടോ. ഡെപ്യൂട്ടി മേയറോ എന്തൊക്കെയോ നേരം ബോർഡുകൾ കണ്ടായിരുന്നു. എന്താ സംഭവം ഇവിടെ താഴെ എന്താ? ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റേജ് പോലെ അല്ലേ, ജസ്റ്റ് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഗാദർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. നൈസായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലീൻ എന്ന് പറയാം. നല്ല ക്ലീൻ ആണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഐസ്ക്രീം കോല് പോലും നിലത്ത് കിടക്കുന്ന കാണാൻ സത്യം. വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലേയിലും മണാലിയിലൊക്കെ പോയിട്ട് കുറേ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റേറ്റ് വളരെ കുറവാണ്. മണാലിയിൽ അതുപോലെ ലേയിലൊക്കെ വാങ്ങിയതിൻ്റെ പകുതി റേറ്റുള്ളും സെയിം സാധനങ്ങൾക്ക് ഇവിടെ ചാർജ് ആക്കുന്നത്. അതും ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നി. പിന്നെ ജ്യൂസിനൊക്കെ വളരെ റേറ്റ് കുറവ്. നമ്മൾ മിൽക്ക് ഷേക്സിനൊക്കെ 30 രൂപയൊക്കെ അവർ വാങ്ങുന്നേ ഉള്ളൂ. ഇവിടെ ഒരു അടിപൊളി ബിൽഡിങ്. ഇതിൻ്റെ മറ്റേ റോഡ് അപ്പുറത്തൂടെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു വന്നത്. ഈ സൈഡിൽ അതിൻ്റെ റിനോവേഷൻസ് നടക്കുകയാണ് അവിടെ. ഇതെല്ലാം ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗവൺമെൻറ് മന്ദിരങ്ങളാണ്. ഗവൺമെൻറ് ഓഫീസുകളൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ലേഡി ഓഫീസർ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കുന്നതാണ്. ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാൾ റോഡിൽ നിന്ന് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് തന്നെ പോവാന്ന്. ഇനിയിപ്പോൾ നാളെ കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് ഷിംല വിടും, നേരെ ചാണ്ടിഗ്രന്ന് പിന്നെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞാനും പ്രശാന്തും തിരിച്ച് ബാംഗ്ലൂർ ജീവിതങ്ങളിലേക്ക് മടങ്ങും. മറ്റന്നാൾ വൈകുന്നേരം ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിക്കും. അതുപോലെ ഷിദിനും ഷാമണ്ണനും ഡൽഹിയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് അവരുടെ പ്ലാൻ ഇപ്പോഴും കൺഫേംഡ് അല്ല. ചിലപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് വാരാണസി അങ്ങനെയെല്ലാം പോവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൽഹി, ആഗ്ര അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ബാംഗ്ലൂർക്ക് തിരിക്കും. അപ്പോൾ ഷിംലത്തെ
സൈറ്റ് സീനും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ നമുക്ക് കുറച്ച് ഇവിടുത്തെ ചണ്ഡീഗഡ് പറ്റുമെങ്കിൽ വല്ലതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാം. ചണ്ഡീഗഡിൽ ആക്ച്വലി കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചണ്ഡീഗഡിൽ നാളെ കുറച്ച് കവർ ചെയ്യും. പിന്നെ നാളത്തോടു കൂടി നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ എപ്പിസോഡ് കൂടി കാണാം. കീപ്പ് വാച്ചിങ്.